അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെയധികം രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കല്ലുമ്മക്കായ അല്ലെങ്കിൽ ചിപ്പി വെച്ചിട്ടുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 20 ചിപ്പി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മണ്ണും അതുപോലെ തന്നെ അഴുക്കൊക്കെ ഉണ്ട്. നല്ലതുപോലെ കത്തി കൊണ്ട് ചുരണ്ടിയതിനു ശേഷം ഒരു സ്റ്റീലിന്റെ സ്ക്രബ്ബർ വെച്ച് നല്ലോണം ഉരച്ച് കഴുകുക. നമുക്കിത് പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഇത് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. നല്ലോണം 8 വെള്ളം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിപ്പിയാണിത്. കഴുകി വൃത്തിയാക്കി എടുത്ത കല്ലുമ്മക്കായ ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് തട്ട് വെച്ചിട്ടാണ് വേവിച്ചിട്ടെടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ഒരു കലത്തിൽ വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചിട്ടെടുത്താലും മതി. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കല്ലുമ്മക്കായ എല്ലാം നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 20 കല്ലുമ്മക്കായാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചിപ്പി ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നല്ലോണം ആവിയേറി വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതുപോലെ അതിൻ്റെ തോട് ഇങ്ങനെ പിളർന്നു വരും. ഇതാണ് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്. ഇനി ഇതിന് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് വേവിച്ചെടുത്ത ചിപ്പിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ തോടിൽ നിന്ന് നമുക്കിത് ഇളക്കി മാറ്റാം. ഇങ്ങനെ എടുക്കുക. ഈ തോടുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുമ്പം ഇതിൽ നിന്ന് ഇളകി കിട്ടും. ഇതുപോലെ ചകിരി പോലെയുള്ള ഒരു ഭാഗമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതങ്ങ് ജസ്റ്റ് മെല്ലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റാം. ഇത് നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ആ ചിപ്പിയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്യാം. മുട്ട വേണ്ടാത്തവർക്ക് മുട്ട ഒഴിവാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മുട്ട എടുത്തിട്ടുള്ളത്. ഒരു മുട്ടയിൽ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ അടിച്ചെടുത്ത മുട്ടയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലോറിന് പകരമായിട്ട് ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ചെറിയൊരു കട്ടിക്ക് ഈ ഒരു പരുവത്തിന് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തതാണ്. ചെറിയ ചെറിയ തരികളോടുകൂടി പൊടിച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. കുരുമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ ചിപ്പി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ ചിപ്പി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇളക്കരുത്. ഒരു 20 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 20 സെക്കൻഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് ക്രിസ്പിയായി കിട്ടും. നമ്മൾ കോൺഫ്ലോറും മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് മൊരിഞ്ഞ് പോവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ നിറമാവുന്ന വരെ മൊരിച്ചെടുക്കുക. ഇപ്പോൾ മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ലൊരു മണമാണ്, അടിപൊളി മണം.
ഇനി ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത 2 പച്ചമുളക്, 8 ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പില, 1.5 ടീസ്പൂൺ വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് ചതച്ചെടുക്കുക. തോരത്തിനൊക്കെ നമ്മൾ ചതച്ചെടുക്കുന്നത് പോലെ ചതച്ചെടുക്കുക. അപ്പൊ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാൻ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഉപ്പും മാവുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാണേ. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. നമ്മളെടുക്കുന്ന ഓരോ അരപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം വരും. വീണ്ടും നമുക്ക് വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. 2 കപ്പ് അരിപ്പൊടിക്ക്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചൂടാണ്. ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറണം. ഇപ്പം മാവിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്യുക. മാവ് ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും കുറച്ച് മാവെടുക്കാം. ഉരുളയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുത്ത മാവ് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് പരത്തി കൊടുക്കുക. ഇനി നമ്മൾ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് ക്ലോസ് ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഉരുളകളാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്കൊന്ന് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഒരു 3 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു കട്ടിക്ക് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ആവിയേറ്റിയതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മുളക് പൊടിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്